ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നീ അപേക്ഷിക്കണം. ഞങ്ങളെ അതിൽ നിന്നൊക്കെയും വിടുവിക്കാനും ഈ സർപ്പങ്ങളെ നീക്കുവാനായിട്ടും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപ്പോൾ ദൈവം മോശയോട് പറയുന്നത്, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി മധ്യഭാഗത്ത് അവരുടെ പാളയത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിക്കുവാനായിട്ടും പാമ്പിൻ്റെ കടിയേറ്റവർ ആ പിച്ചള സർപ്പത്തിൽ നോക്കിക്കഴിയുമ്പോൾ അവർ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവർ മരിച്ചു പോകാതെ ജീവിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അങ്ങനെ ആ കാര്യം സംഭവിച്ചു. അതുപോലെ ഇന്ന് നമ്മളുടെ പാപം മൂലം നമ്മൾ പാപത്തിന് ശമ്പളം മരണമെന്നാണല്ലോ. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. നമുക്ക് പാപത്തിൽ നിന്നും ഉള്ള ആ ഒരു വിടുതൽ ലഭിക്കുന്നു. കർത്താവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. തന്നെയല്ല, ഇന്ന് ഇപ്പോൾ ആ വാക്യം യോഹന്നാൻ പറയുന്ന വാക്യം പോലെ കർത്താവിനെ ഭൂമിയുടെ മധ്യത്തിൽ ഉയർത്തിയ ആ കാര്യം നമുക്കറിയാം. അവൻ്റെ ക്രൂശിലെ മരണമാണ് നമുക്ക് രക്ഷയായിത്തീർന്നത്. അപ്പോൾ ആ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ട ജനതയെപ്പോലെ നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കി നമ്മളുടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബൈ ടു ഓൾ.